ഹായ് ഓൾ, ചാർട്ട് വിത്ത് TSP എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനീഷാണ്. ഇന്നത്തെ ട്രേഡ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും പ്രോഫിറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് ചാർട്ടിലൂടെ ഒന്ന് പോയി നോക്കാം. ഇന്നത്തെ ട്രേഡ്സും കാര്യങ്ങളും നമ്മൾ ഇന്ന് എങ്ങനെയാണ് ട്രേഡ്സ് പ്ലാൻ ചെയ്തതും കാര്യങ്ങളും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൺസ്, നാളത്തെ ഉള്ള സോൺസ്, ഇമ്പോർട്ടൻറ്റ് സോൺസൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ചാർട്ടിലോട്ട് പോയി നോക്കാം. ഇന്നത്തെ ട്രേഡ്സ് എങ്ങനെയാണ് ഇന്ന് നമ്മളെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം മാർക്കറ്റ് ഓപ്പൺ ആയത് ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗണിലാണ്. ഗ്യാപ്പ് ഡൗൺ ഒരു 300 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം വീണ്ടും ഫാളാവുമായിരുന്നു. ഫാളായ ശേഷം മാർക്കറ്റ് ഒരു റിവേഴ്സ് കാണിച്ച ശേഷം ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വെച്ചപ്പോൾ തന്നെ അപ്പം ഈ ഒരു ബോക്സ് ഞാനൊരു 10:30 ആയപ്പം ഞാൻ ഷെയർ ചെയ്തായിരുന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ. 10:30 ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ബോക്സിൽ വരികയാണെങ്കിൽ എക്സ്പെക്റ്റിംഗ് എ അപ്പ് മൂവ് ഫ്രം ദ റെക്റ്റാങ്കിൾ ബോക്സ്. അപ്പം അവിടെ നിന്നൊരു ബൈയിങ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 12:44 ആയപ്പോഴേ ഞാൻ രാവിലെ വരച്ച ആ ബോക്സിൽ അവിടെ എത്തി. ആ ബോക്സിൽ നിന്ന് തന്നെ അവിടെ നിന്ന് നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. ഞാൻ ഇൻ ദ മണിയിൽ നിന്ന് ഉള്ള ഓപ്ഷൻസാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആൾമോസ്റ്റ് 100 പോയിൻറ്റ്സ് കിട്ടിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:6 ആണ്. 1:6 ആണ്. അപ്പോൾ നല്ലൊരു ഗുഡ് റേഷ്യോ ആയിരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോഴേ, അത് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടില്ല, ഇവിടെ എത്തിയപ്പോഴേ തന്നെ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുമെന്ന് അറിയായിരുന്നു. അപ്പം നമ്മൾ ഈ പൊസിഷൻ എടുത്തിട്ട് ഞാൻ അപ്പം തന്നെ PE എടുത്തായിരുന്നു. അപ്പം നമ്മൾ ടീം PE എടുത്തു. ബട്ട് ചെറിയൊരു ഇതുവരെ വെച്ചുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ടൈം തീരാറായി. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഈക്വൽ പോലെ തോന്നി, ഈക്വൽ. അപ്പോൾ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ, ഫസ്റ്റ് ടാർഗറ്റ് അല്ല, മീൻസ് ഫൈനൽ ടാർഗറ്റ്. കാരണം എന്ന് വെച്ചാൽ ടൈം ഇല്ലായിരുന്നു. അപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻ ഇടാമെന്ന് വെച്ചാൽ അത് പറയിക്കില്ല. ഇപ്പോൾ ഒരു ബാഡ് ന്യൂസ്, ഗുഡ് ന്യൂസ് അങ്ങനെ വരാൻ നേരത്ത് അതിൽ ഒരു വലിയൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വരും, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ വരും. അപ്പോൾ നമ്മൾ SL മാച്ച് ആവില്ല, അപ്പോൾ റിസ്ക് റിവാർഡ് മാച്ച് ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇൻട്രാഡേയിൽ തന്നെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു റിസ്ക് റിവാർഡ് വെച്ചത് തന്നെ. അപ്പം മിനിമം ഇവിടെ വരെ വരും എന്നുള്ളൊരു വ്യൂ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ഈക്വൽ ലോ ആയിരുന്നു. നമുക്കിനി നിഫ്റ്റിയിലോട്ട് പോകാം. നിഫ്റ്റിയിൽ 2 ബോക്സ് ഉള്ളതുകൊണ്ട് റേഷ്യോയിലുള്ള ട്രേഡ് പ്രയോറിറ്റി ബാങ്ക് നിഫ്റ്റിയിലോട്ടാണ് ഫോക്കസ് ചെയ്തത്. ബട്ട് നിഫ്റ്റിയിലും എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതുവരെ ഈ ഒരു ബോക്സ് വരെ ഇവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സ് വരെ നമുക്ക് ടാർഗറ്റ് വെക്കായിരുന്നു. ബട്ട് ആ ഒരു ട്രേഡ് നമ്മൾ എടുത്തില്ല. നാളത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ നമുക്ക് നോക്കാം. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു മാർക്കറ്റ് 25-ാം തീയതി തൊട്ടുള്ള ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1000 പോയിൻറ്റിനകത്തുള്ള റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം 50 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 45005 44946 ഈ ഒരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു പോയിൻ്റോടെ മാർക്ക് ചെയ്യുക. 43813 43726 ആണ്. കാരണം ഈ ഒരു റേഞ്ചിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇടയിൽ വലിയ മാർക്ക്, മീൻസ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇല്ല. അപ്പോൾ ഈ 2 റേഞ്ചാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നാളെ മാർക്കറ്റ് ഇവിടെയോ ഇതിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആവണമെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻസ് നോക്കാം. വെറുതെ നമ്മൾ എടുക്കുകയല്ല, അതിൽ ഓരോ പ്രൊസീജിയറുണ്ട്. ആ ഒരു ട്രേഡിംഗ് പ്ലാൻ വരികയാണെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു ട്രേഡ് നമ്മൾ ആ ടെലിഗ്രാമിൽ ഞാൻ വന്നിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേയിൽ ഈ ഒരു പോയിൻ്റ് വളരെ ഒരു ക്രൂഷ്യൽ ഒരു പോയിൻ്റാണ്. ഒരു റിഫൈൻഡ് OB ആണ്. യെസ്. അപ്പം ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 44194 44181 ആണ്.
അപ്പോൾ 1 മിനിറ്റിൽ ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ നല്ലൊരു പോയിൻ്റായിട്ട് കാണണേ നാളത്തേക്ക്. സപ്പോസ് ഈ ഒരു മാർക്കറ്റ് ഇവിടുന്ന് ഈ ഇടയിൽ വല്ല ഓപ്പൺ ആവുകയാണെങ്കിൽ, ഇവിടെ എത്തുകയാണെങ്കിൽ ഒരു റിയാക്ഷൻ കാണിക്കും. അപ്പം എന്തെങ്കിലും ട്രേഡിംഗ് സെറ്റപ്പ് വരികയാണെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ അത് ഷെയർ ചെയ്യാനായിരിക്കും. അപ്പോൾ നമുക്കിനി നിഫ്റ്റിയിലോട്ട് നോക്കാം. നിഫ്റ്റിയിൽ 50 മിനിറ്റ് നോക്കുകയാണെങ്കിൽ അതാ ഇവിടെ ഒരു പോയിൻ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. 19,479 19,427. അപ്പോൾ ഈ ഒരു ബോക്സ് ഒന്ന് വരച്ച് വയ്ക്കുക. 1 മിനിറ്റിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതാ നേരത്തെ പറഞ്ഞതിൽ തന്നെ അതിൽ 2 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ ഉറപ്പായിട്ടും മാർക്കറ്റ് ഇവിടെ വരെയാണെങ്കിൽ റിയാക്ട് ചെയ്യണത് ഈ ഒരു പോയിന്റിലായിരിക്കണം. കാരണം ഈ 50 മിനിറ്റിനകത്ത് തന്നെ 1 മിനിറ്റിൻ്റെ 2 ഓർഡർ ബോക്സ് വന്നിട്ടുണ്ട്. അതിനുള്ള വാല്യൂ എന്ന് പറയുന്നത് 19,472 19,467. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 19,472 19,467. അതേപോലെ തന്നെ ഇതാ ഈ ഒരു പോയിൻ്റ് 19,444 19,427. സപ്പോസ് മാർക്കറ്റ് നാളെ ഒരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ മാർക്കറ്റ് ജസ്റ്റ് ഗ്യാപ്പ് ഡൗണിലോ ഓപ്പണായി ഈ ഒരു പോയിന്റിൽ വരികയാണെങ്കിൽ റിയാക്റ്റ് ചെയ്യാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതുകൂടാതെ നമുക്ക് 1 മിനിറ്റിൽ ഇൻട്രാഡേയിൽ ഇന്ന് എന്തെങ്കിലും ഇട്ടിട്ട് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 19,618 19,612. അപ്പോൾ ഈ ഒരു പോയിൻ്റോടെ ഇൻട്രാഡേയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൺപൂട്ടിയല്ല എടുക്കണേ, നമ്മൾ ആ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ ഒരു സെറ്റപ്പ് നമുക്ക് അത് മാച്ചായി വരണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അത് ടെലിഗ്രാമിലിടാം. അല്ലാതെ ആരും ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണും പൂട്ടി ഓപ്പോസിറ്റ് ഡയറക്ഷൻ മീൻസ് ആ ഒരു ട്രേഡ് എടുക്കാതിരിക്കുക. നമ്മൾ എടുക്കുന്നത് എല്ലാം കൺഫർമേഷൻ വന്ന ശേഷം മാത്രമേ നമ്മൾ ആ ട്രേഡിലോട്ട് എൻട്രി ആവത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നന്ദി.